നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. തമ്പനയിൽ ഞാൻ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഈ കഴിഞ്ഞ ദിവസം വന്ന ഷോർട്ട് ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം വന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റ് HSA ഹിന്ദി ഷോർട്ട് ലിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളും ഇപ്രകാരമാണ്. കട്ട് ഓഫ് വന്നത് 40.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സ് 39 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 51 ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല. ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 90 പേരാണ്. പിന്നെ വന്നത് പാർട്ട് ടൈം HSA ഹിന്ദി കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെയാണ്. അതിൻ്റെ കട്ട് ഓഫ് ഇപ്രകാരമാണ്. അത്യാവശ്യം ഹൈ മാർക്ക് തന്നെയാണ് കട്ട് ഓഫ് വന്നത്. 53.67 മാർക്ക്. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് വളരെ കുറവാണ്. 10 കാൻഡിഡേറ്റ്സാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 57 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 2 പേരുമാണ്. അങ്ങനെ ടോട്ടൽ 69 കാൻഡിഡേറ്റ്സാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. അത് നിങ്ങളുടെ പ്രൊഫൈൽ തുറക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വെന്യൂ വന്നിട്ടുണ്ടാകും. PSC ഓഫീസിൽ വെച്ചാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് OTV സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ OTV സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പേജിലുണ്ടോ അതിൽ ഒരു PDF കാണിക്കും നമ്മുടെ OTVയുടെ. അതങ്ങ് ഡൗൺലോഡ് ചെയ്യുക. അത് നമുക്ക് ഇനി ഇൻ്റർവ്യൂവിനൊക്കെ ആവശ്യമുള്ളതാണ്. ആ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ നമ്മളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ, അതായത് നമ്മൾ അവിടെ വെരിഫൈ ചെയ്ത ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇനി എപ്പോഴാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക എന്നുള്ളത്. സാധാരണയായി 2 മാസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് സെൻറ്റർ എന്ന് പറയുന്ന ആ ഭാഗത്ത് തന്നെ. അതിൽ നമ്മുടെ ഇൻ്റർവ്യൂ സമയവും ഇൻ്റർവ്യൂ വെന്യൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ PSC ഇൻ്റർവ്യൂ കലണ്ടർ പുറത്തിറക്കും. അപ്പോൾ ആ സമയത്ത് ആ മാസം നമ്മുടെ ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പോവുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ അത് നീണ്ടു പോകാമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഓരോ മാസം PSC ഇറക്കുന്ന ഇൻ്റർവ്യൂ കലണ്ടർ ചെക്ക് ചെയ്യുക. ആ മാസം നമ്മുടെ പോസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ കാണുന്നില്ലെങ്കിൽ നമ്മൾ PSC ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്ത് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട്, നമ്മുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞു, അതായത് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിലവർ കുറച്ച് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്താൽ മെയിൻ ലിസ്റ്റിലോട്ട് കടക്കാൻ കഴിയുമോ എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉള്ള ആളെക്കാളും നന്നായിട്ട് ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആൾ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് വെച്ചോളൂ. പക്ഷേ എങ്കിലും സാധാരണ ഈ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ഒരു 4 മാർക്ക് വരെയൊക്കെ മാക്സിമം ചേഞ്ച് ആവാറുള്ളൂ. അതുകൊണ്ട് വലിയ എക്സ്ട്രീം ചേഞ്ചൊന്നും ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നമ്മുടെ എഴുത്തിൻ്റെ എക്സാമാണ് ഇതിനെ സ്വാധീനിക്കുന്നത്. അങ്ങനൊരു മാറ്റം സംഭവിക്കില്ല. മെയിൻ ലിസ്റ്റിലുള്ളവർ അതിൻ്റെ മാർക്കിനനുസരിച്ച് ടോട്ടൽ മാർക്കിനനുസരിച്ച് ഓർഡറിൽ റാങ്ക് കാണിക്കും. അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർ എത്രയാണോ അവരുടെ ടോട്ടൽ മാർക്ക് അതിൻ്റെ ബേസിസിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ തന്നെ ഓർഡറിലായിരിക്കും ഉണ്ടാവുക മാർക്കിൻ്റെ ബേസിസിൽ. എങ്കിലും നിരാശ വേണ്ട. സപ്ലിമെൻ്ററിയിലുള്ളവരാണെങ്കിലും നന്നായിട്ട് പഠിച്ചാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഫസ്റ്റ് വരാം. അപ്പോൾ റൊട്ടേഷനൊക്കെ നിങ്ങൾക്കും ആ പോസ്റ്റിൽ കയറി പറ്റാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിരാശരാവണ്ട. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ അറിയാനായിട്ട് കഴിയും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.